കുട്ടനാട് സീറ്റിൽ ആശങ്കയില്ലെന്ന് NCP സംസ്ഥാന പ്രസിഡന്റ് തോമസ് കെ തോമസ്. സീറ്റ് വിഭജന കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത് മുന്നണിയാണ്. മത്സരിക്കുന്ന കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് പാർട്ടിയാണെന്നും തോമസ് കെ തോമസ് ജനം ടിവിയോട് പറഞ്ഞു. NCPയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനായി കുട്ടനാട് MLA തോമസ് കെ തോമസ് ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം വിശേഷങ്ങൾ ജനം ടിവിയോട് പങ്കുവയ്ക്കുകയാണ്. ആദ്യം തന്നെ എല്ലാവിധ അഭിനന്ദനങ്ങളും MLA. ഇപ്പോൾ കുറച്ച് നാളത്തെ മന്ത്രിസ്ഥാനത്തിൻ്റെ പേരിൽ ഒരു തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം സംസ്ഥാന അധ്യക്ഷനായി ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് എങ്ങനെ തോന്നുന്നുണ്ട്? മന്ത്രിസ്ഥാനത്തിൻ്റെ പേരിൽ തർക്കങ്ങളൊന്നുമില്ല. അത് തന്നെ അങ്ങനെ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ തെറ്റായിട്ടുള്ളൊരു മെസ്സേജാണ് പോകുന്നത്. മന്ത്രിസ്ഥാനം എന്ന് പറയുന്നത് 2021 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എടുത്തൊരു തീരുമാനമാണ് പാർട്ടി നേതൃത്വം. ശരത് പവാർ എടുത്തൊരു തീരുമാനമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അതിനകത്ത് ആശങ്കകളോ അതിനകത്ത് യാതൊരു മറ്റുള്ള വിഷയങ്ങളോ ഒന്നുമില്ല. പിന്നെ രണ്ടാമത് നിങ്ങൾ ചോദിച്ച ചോദ്യം എന്താണ്? മന്ത്രിസ്ഥാനം കഴിഞ്ഞിട്ട് ചോദിച്ചത് എന്താണ്? ഈ NCPയുടെ സംസ്ഥാന അധ്യക്ഷനായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഒരു സന്തോഷം ഇല്ല, അതൊരു സന്തോഷിക്കേണ്ട കാര്യം തന്നെയാണ്. ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും പിന്നിൽ ഒരു രഹസ്യമുണ്ട്. വെറുതെ വന്ന് ചേരുന്നതല്ല ഈ സ്ഥാനങ്ങളൊന്നും. അതിന് അർഹതപ്പെട്ടെങ്കിൽ മാത്രമേ വരത്തുള്ളൂ. അത് തീർച്ചയായിട്ടും അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് 14 ജില്ലാ പ്രസിഡന്റുമാരൊക്കെ എന്നെ തിരഞ്ഞെടുത്തു. എല്ലാ ജനറൽ സെക്രട്ടറിമാരും പൂർണ്ണ പിന്തുണ തന്നു. എല്ലാ ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളും പൂർണ്ണ പിന്തുണ തന്നു. അപ്പോൾ അങ്ങനെ ഐക്യകണ്ഠേന ഒരു തീരുമാനം ഉണ്ടായപ്പോൾ തന്നെ അതൊരു സമാധാനത്തിൻ്റെ അന്തരീക്ഷമാണ്. അപ്പോൾ ആ ലെവലിൽ ഈ പാർട്ടിയെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ഈ NCPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ LDF മുന്നണിയുമായിട്ടാണ് നിലനിൽക്കുന്നത്. ഈ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അതിനുശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടി കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുകയോ ഈ കുട്ടനാട് സീറ്റുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ആശങ്ക പാർട്ടിക്ക് നിലനിൽക്കുകയോ ചെയ്യുന്നുണ്ടോ? പുതിയ സംസ്ഥാന അധ്യക്ഷൻ എന്നതിൽ വലിയ ചുമതലയാണത്. ഇല്ല, പാർട്ടി കൂടുതൽ സീറ്റുകളൊന്നും ആവശ്യപ്പെടുന്നതല്ല ഇപ്പോഴത്തെ സബ്ജക്റ്റ്. ഇപ്പോഴത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ദൗത്യം. പിന്നെ പാർട്ടി ശക്തിപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സീറ്റിൻ്റെ കാര്യത്തിലും വ്യത്യാസം വരുമല്ലോ. പാർട്ടി ശക്തിയില്ലാതെ നമ്മൾ സീറ്റ് വേണമെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് പാർട്ടിയെ ശക്തിപ്പെടുത്തുക, LDFനെ ശക്തിപ്പെടുത്തുക. കാരണം ഇപ്പം നല്ല അനുകൂലമായ ഒരു തരംഗമാണ് മൂന്നാം പിണറായി സർക്കാരിന് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ പാർട്ടിക്ക് മാക്സിമം LDFന് മാക്സിമം പിന്തുണ കൊടുത്തുകൊണ്ട് പാർട്ടിയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഈ പാർട്ടിയിൽ പുതിയ ഏതെങ്കിലും പരിഷ്കാര നടപടികൾ നടപ്പിലാക്കി തൻ്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടോ? ഇല്ല, ഇവിടെ ഏകജാലകമല്ല. ഞാൻ പറഞ്ഞ ഇവിടെ ഒരു കമ്മിറ്റിയുണ്ട്. അതെൻ്റെ തീരുമാനമാണ്. ആ പ്രസിഡന്റ് ഉൾപ്പെടെ ആ കമ്മിറ്റി ആലോചിച്ച് തീരുമാനിച്ച് മുന്നോട്ട് പോകും. കാരണം ഒരു ഏകപക്ഷീയമായ ഒരു തീരുമാനം എടുക്കത്തില്ല. കാരണം അത് ശരിയല്ല. കാരണം പ്രസിഡൻ്റായിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പരിഹരിക്കാനുണ്ട്. അത് പരിഹരിച്ച് മുന്നോട്ട് പോകണം. അതുകൊണ്ട് ആ ഒരു ഐക്യത്തിൽ ആയിരിക്കും പാർട്ടി മുന്നോട്ട് പോകുന്നത്. ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റി കൂടി തീരുമാനിച്ചാണ് കാര്യങ്ങൾ വിലയിരുത്തുന്നത്. ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും കുട്ടനാട് തന്നെയായിരിക്കുമോ അങ്ങയുടെ ഒരു മണ്ഡലമായി കാണാൻ പറ്റില്ല? ഞാനവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ല. കുടിവെള്ളത്തിൻ്റെ വലിയ വിഷയമായിട്ട് മുഖ്യമന്ത്രിയായിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യമായ എല്ലാ സഹായവും അദ്ദേഹത്തിൽ നിന്ന് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കുടിവെള്ളത്തിൻ്റെ ആ ഒരു വലിയ പദ്ധതി പൂർത്തീകരിക്കണമെന്നുള്ള വലിയ ആശങ്കയിലാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം അത് 9 ടെൻഡറാണ്. അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഒത്തിരി സമയമെടുക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വികസന പ്രവർത്തനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു. പിന്നെ കുട്ടനാടിന് സീറ്റിനെ കുറിച്ചൊന്നും തർക്കങ്ങളൊന്നുമില്ല. അത് ഈ മാധ്യമങ്ങൾ വരുന്ന വാർത്ത എന്നാണെന്ന് എനിക്കും അറിയത്തില്ല. അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല. LDF ആണ് തീരുമാനിക്കേണ്ടത് ആരാണ് അവിടെ മത്സരിക്കേണ്ടത്. ഞങ്ങളുടെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് ആരാണ് അവിടുത്തെ അടുത്ത സ്ഥാനാർത്ഥി എന്നുള്ളത്. അത് ഉചിതമായ തീരുമാനം സമയത്തെടുക്കും. അതാണ് എൻ്റെ കറക്റ്റ് വേ. ഈ മുൻ സംസ്ഥാന അധ്യക്ഷനുമായി അങ്ങ് നല്ല സമീപനത്തിലായിരിക്കും ഇനിയുള്ള മുന്നോട്ട് പോക്ക്? എനിക്ക് അദ്ദേഹത്തോട് ഒരു പ്രശ്നമില്ല. കാരണം ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഇപ്പോൾ മീറ്റിംഗ് കൂടിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, അദ്ദേഹവും ഞാനുമായിട്ട് നല്ല ബന്ധത്തിലാണ്. അങ്ങനെയുള്ള ഒരു വിഷയങ്ങളില്ല. അദ്ദേഹം ഞങ്ങളുടെ ദേശീയ വർക്കിംഗ് പ്രസിഡൻ്റാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ആ ലെവലിലൊന്നും നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാനൊക്കത്തില്ല. അതുകൊണ്ട് അദ്ദേഹവുമായിട്ട് നല്ല ബന്ധത്തിൽ തന്നെ പോകുന്നത്. ഇനിയും അങ്ങോട്ട് അങ്ങനെ പോകത്തുള്ളൂ എല്ലാ രീതിയിലും. എന്തായാലും എല്ലാവിധ ആശംസകളും ജനന്റിയുടെ ഭാഗത്ത് നിന്ന് നേരുന്നത്. എന്തായാലും NCPക്ക് പുതിയ സംസ്ഥാന അധ്യക്ഷൻ ഉണ്ടായിരിക്കുകയാണ്. പുതിയ സംസ്ഥാന അധ്യക്ഷൻ്റെ പുതിയ തീരുമാനങ്ങളും പാർട്ടിക്ക് ഗുണം ചെയ്യട്ടെ എന്ന് ഞങ്ങളും പറയുന്നുണ്ട്. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ ഗോപനൊപ്പം അഖിൽ പാലോട്ടുമഠം.